1997 മലയാള സിനിമയ്ക്ക് ഭയങ്കര അഭിമാനകരമായ ഒരു വർഷമായിരുന്നു. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം വിഭാഗത്തിൽ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആ വർഷം ഒരു മലയാള സിനിമയായിരുന്നു. ശ്രീ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമ. രാജീവ് അഞ്ചൽ സാറ് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ കലാസംവിധായകൻ എന്ന നിലയിൽ പേരെടുത്തിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിൽ ആർട്ടിലും കോസ്റ്റ്യൂമിലും ഒക്കെ ഒരുപാട് ബ്രില്യൻസുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമയുടെ പകുതിയോടടുപ്പിച്ച് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം ഒരു സാങ്കല്പിക ലോകത്ത്, അത് കാഴ്ചയില്ലാത്തവരുടെ ഒരു ലോകത്ത് എത്തിപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഒരു ഫാൻറ്റസി വേൾഡ്. അപ്പോൾ ഈ കാഴ്ചയില്ലാത്തവരുടെ ലോകത്തെ കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിലും കോസ്റ്റ്യൂമിലും ഒക്കെ എന്തൊക്കെ ബ്രില്യൻസുകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ ശിരോവസ്ത്രം, അതായത് അവിടുത്തെ ആൾക്കാരൊക്കെ കിരീടം പോലെയൊരു സംഭവം ധരിക്കുന്നുണ്ട്. നമുക്കറിയാം കാഴ്ചയില്ലാത്തവരുടെ ഏറ്റവും വലിയ സെൻസ്, പിന്നെയുള്ള ഏറ്റവും വലിയ സെൻസ് എന്ന് പറയുന്നത് കേൾവിയായിരിക്കും, ചെവി. അപ്പം ചെവിയുടെ ഈ ഒരു ഭാഗത്തിന് ഓർക്കിള എന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിൾ അടിച്ചപ്പോൾ മനസ്സിലായതാണ്. അപ്പം നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കണമെങ്കിൽ ചെറിയ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ദൂരെയുള്ള ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പിടിച്ച് കേൾക്കാറുണ്ടല്ലോ. അതായത് ഈ ഓർക്കിളിനെ ഒന്നോടെ ഒന്ന് വലുതാക്കുക ചെയ്യുന്നത്. അപ്പം കാഴ്ചയില്ലാത്തവർക്ക് അതായത് ചെവി പ്രധാന അവയവമായിട്ടുള്ളവർക്ക് ഇത് പെർമനൻ്റ് ആയിട്ടൊരു ആവശ്യമായിരിക്കും. അപ്പോൾ ഇവർ ധരിക്കുന്ന ഈ ശിരോവസ്ത്രവും അതിനിണങ്ങുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെവിയുടെ പുറകിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഡിസൈൻ. അതാണ് ഒന്നാമത്തെ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. രണ്ടാമത്, ഈ ശിരോവസ്ത്രത്തെ തന്നെ സിനിമയിൽ ക്ലാസ്സുകൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു സമൂഹമാകുമ്പോൾ അവിടെ ജാതിപരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ പല ക്ലാസ്സുകളുണ്ടാവും. ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ടോപ്പ് ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെ. അതായത് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ പ്രജകൾ ധരിക്കുന്ന ശിരോവസ്ത്രം 2 കമ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ചാക്ക് പോലെയുള്ള തുണി കെട്ടിയിട്ടുള്ള നോർമൽ സംഭവമാണ്. എന്നാൽ പടയാളികൾ ധരിക്കുന്നതാണെങ്കിൽ അതിൽ കുറേ അലങ്കാര പണികളൊക്കെ ഉണ്ട്. പടയാളികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കാർ ജോലിക്കാരെന്ന് വേണേൽ പറയാം. അവർക്ക് കുറച്ചും കൂടെ അലങ്കാരമുണ്ട്. വേറെ രീതിയിൽ ഇപ്പം അവിടുത്തെ കർമ്മി എന്ന് പറഞ്ഞാൽ പൂജാരി എന്നൊക്കെ പറയുന്ന വ്യക്തി, അദ്ദേഹം ധരിക്കുന്നതിൽ കൂടുതൽ മണികളും കൂടുതൽ അലങ്കാരങ്ങളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ശബ്ദശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, അതായത് ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരോവസ്ത്രം നോക്കുകയാണെങ്കിൽ അതിലൊരു റിസീവർ പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ശാസ്ത്രജ്ഞനായതുകൊണ്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും അങ്ങനെ. അപ്പം നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഇതേ സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. പിന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളത് രാജാവും രാജകുടുംബവും ഒക്കെ. അപ്പോൾ ഇവർക്കെല്ലാം ഇതേപോലെ ഇതിൻ്റെ ഏറ്റവും നല്ലതാണ്. കാരണം രാജകുമാരിക്ക്, രാജാവിൻ്റെ അനിയത്തിക്ക്, അവരുടെ തോഴിക്ക്, ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുള്ളത് രാജാവിന് കറക്റ്റ് ഒരു കിരീടം പോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ ശിരോവസ്ത്രത്തെ മറ്റൊരു രീതിയിലും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ അച്ഛനും അമ്മയൊക്കെ തടവറയിൽ കിടക്കുവാണല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ശിരോവസ്ത്രമില്ല. അതായത് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രിവിലേജ് പോലും ജയിലിൽ കിടക്കുന്നവർക്കുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർക്ക് ചുമ്മാ തലയിലൊരു കെട്ട് മാത്രമേ ഉള്ളൂ, ഒരു തുണി കൊണ്ടുള്ള കെട്ട്. അവർ ചെവി കാണിക്കുന്ന സീനുകളിൽ അവർ കൈ കൊണ്ടാണ് ചെവി ഓർക്കുന്നത്, സാധാരണ നമ്മൾ കാണിക്കുന്നവരെ. മറ്റുള്ളവരൊക്കെ ഈ ശിരോവസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ടാണ് ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അടുത്തതായി, ഈ സിനിമയിൽ പലയിടങ്ങളിലും കഥാപാത്രങ്ങൾ വടി കുത്തി നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാഴ്ചയില്ലാത്തവർ വടി കുത്തി നടക്കുന്നത് സ്വാഭാവികമാണ്, ശരിക്കും മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ കാണാനായിട്ട്. പക്ഷേ സിനിമയിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ള വടികളാണ്. ഇപ്പം രാജാവിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അത് കമാൻഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് അദ്ദേഹം സംഗീതം ആസ്വദിക്കുന്ന ഒരു സീനുണ്ട്, അതിലേക്ക് വേറൊരാൾ വരുമ്പം സംഗീതം നിർത്താനായിട്ട് പുള്ളിക്കാരൻ ആ വടി കുത്തി കുലുക്കി ശബ്ദം ഉണ്ടാക്കുകയും അപ്പം ആൾക്കാർക്കത് മനസ്സിലാക്കി അതനുസരിച്ച് പാട്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ ആൾ പോയി കഴിഞ്ഞിട്ട് വീണ്ടും സംഗീതം തുടങ്ങാൻ വേണ്ടി ഇതേ ആക്ഷൻ തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇതേപോലെ പടയാളികൾക്ക്, സേനാ നായകന് ഒക്കെ വടിയുണ്ട്. അത് വെച്ചിട്ടായിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആജ്ഞകൾ കൈമാറുന്നത്. പിന്നെ സൈന്യം നടന്നു പോകുമ്പോൾ, അതായത് മാർച്ച് പാസ്റ്റ് നടത്തി പോകുമ്പോൾ ഈ വടി കുത്തി ശബ്ദമുണ്ടാക്കിയാണ് പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ആ വഴി സൈന്യം പോകുന്നുള്ളത്. മാത്രമല്ല, അധ്യാപകൻ്റെ കയ്യിലൊരു വടിയുണ്ട്. നെടുമുടി വേണു അവതരിപ്പിക്കുന്ന അധ്യാപകൻ്റെ കഥാപാത്രത്തിൻ്റെ കയ്യിൽ.
ആ വടി കുത്തി അതിലെ ശബ്ദങ്ങൾ വെച്ചാണ് അദ്ദേഹം കുട്ടികളെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വടി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ചിലപ്പം പലരുടെയും പല സ്ഥാനത്തുള്ളവരുടെ വടികളിലെ മണികൾക്ക് പല ശബ്ദങ്ങളായിരിക്കാം. അതുവഴി ആൾക്കാർക്ക് അവരെ തിരിച്ചറിയാനും പറ്റുന്നുണ്ടാവും. അടുത്തതായി പടയാളികളുടെ സ്റ്റെപ്പ്. അതായത് പടയാളികൾ മാർച്ച് പാസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ശക്തമായി നിലത്ത് ചവിട്ടി ശബ്ദം ഉണ്ടാക്കിയാണ് പോകുന്നത്. കാരണം അവർ ഒരേ അകലത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ദൂരത്തിൽ കാല് വെച്ചാണല്ലോ പോകേണ്ടത്. അപ്പം പരസ്പരം കാണാത്തവർക്ക് സ്റ്റെപ്പ് വെച്ച് പോകണമെങ്കിൽ ഈ ശബ്ദത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ പോകുന്നത്. കൂടാതെ അവർ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യുന്നുണ്ട്, ചില പ്രാർത്ഥനാ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം ഒരുമിച്ച് നിൽക്കാൻ അവരെ സഹായിക്കുന്നത്, ഒരേ താളം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ സ്റ്റെപ്പുകളായിരിക്കും. അടുത്തതായിട്ട് ഇലാമാപ്പഴത്തിൻ്റെ ഡിസൈൻ. അതായത് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഇലാമാപ്പഴം. അപ്പം അതിൻ്റെ ഡിസൈനിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് പപ്പായയിൽ നിന്നാണെന്നാണ് രാജീവഞ്ചൽ സാറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ പഴം കാണുമ്പോൾ പപ്പായായിട്ട് ബന്ധവും തോന്നില്ല. അതിനകത്ത് കുരു മറ്റൊരു ക്യാരക്ടറാണ്. ആ കുരു ഒരിക്കലും പപ്പായക്ക് ഉണ്ടാവില്ല നമുക്കറിയാം. അതേപോലെ അതിൻ്റെ പുറന്തോട്, അകത്ത് കുരുവിന് ചുറ്റും മാർദ്ദവമുള്ള നല്ല മയമുള്ള ഒരു ഭാഗം, വഴുവഴുപ്പുള്ള, അത് കറക്റ്റ് ഒരു പഴം പോലെ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ. അത് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത എന്നാൽ ഏതോ ലോകത്തുള്ളൊരു പഴമായിട്ട് തന്നെ നമുക്കത് തോന്നും. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ പഴത്തെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി ശബ്ദം കൊണ്ടുള്ള കവടി നിരത്തൽ. അതായത് കാഴ്ചയുള്ളവരുടെ ലോകത്ത് എങ്ങനെയാണ് കവടി നിരത്തുന്നത്? കളമൊക്കെ വരച്ച് അതിൽ കരുക്കളൊക്കെ വെച്ചിട്ട് കവടി നിരത്തും. പക്ഷെ ഇവർക്ക് കാഴ്ചയില്ലല്ലോ. അപ്പോൾ സിനിമയിൽ കർമ്മി എന്നൊരു കഥാപാത്രമുണ്ട്. അത് കൊച്ചുപ്രേമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അദ്ദേഹം കവടി നിരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രതലത്തിൽ അടിച്ച് അതിൻ്റെ ശബ്ദത്തിൻ്റെ റിഫ്ലക്ഷൻ കേട്ടിട്ട് അത് വെച്ചിട്ടാണ് പുള്ളി ഭാവി പ്രവചിക്കുന്നത്. അങ്ങനെ പുതിയൊരു കാര്യം ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശബ്ദം കൊണ്ടുള്ള കവടി നിരത്തൽ. അടുത്തതായി സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഗീത ഉപകരണങ്ങൾ. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത എന്നാൽ വേറൊരു ലോകത്തുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംഗീത ഉപകരണങ്ങളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുളം തണ്ടിൽ ദ്വാരം ഇട്ടിട്ടുള്ളത്, കയറ് പിരിച്ച് ടെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, നേർത്ത നൂലുകൾ വലിച്ചു കെട്ടി സ്ട്രിങ് പോലെ ആക്കിയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സംഗീതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ അതിന് ചേരുന്ന ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ശരിക്കും തോന്നും അതിൽ നിന്ന് വരുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അത് ചിലപ്പം മ്യൂസിക് ഡയറക്ടറായ ഇളയരാജയുടെ ബ്രില്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം നൽകിയ ശബ്ദങ്ങൾക്കനുസരിച്ച് ആർട്ടിൽ ഈ സംഗീതോപകരണങ്ങൾ നിർമ്മിച്ചതായിരിക്കാം. എന്തായാലും അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മധുബാലിൻ്റേത്. അദ്ദേഹം ഒരു ഗായകനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സംഗീത ഉപകരണം ഉണ്ടായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം സംഗീത ഉപകരണങ്ങൾ നന്നാക്കി കൊടുക്കുന്നൊരു കുടുംബമാണ്. അവിടെ സംഗീത ഉപകരണം മേടിക്കാൻ വരുന്ന ആളുകളെ കാണാം, അതുപോലെ പല ഉപകരണങ്ങളും കാണാം. ഇങ്ങനെ മൊത്തത്തിൽ സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരു 8-10 പുതിയ സംഗീത ഉപകരണങ്ങൾ നമുക്ക് സിനിമയെ കാണാൻ പറ്റും. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി മാത്രം ആർട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ കൃത്യമായി സംഗീത ഉപകരണങ്ങളാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവയെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി ഈ സിനിമയിൽ തന്നെ എനിക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയി തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ആളുകളുടെ ഇരിപ്പിലും നടപ്പിലും ഒക്കെയുള്ള ഒരു ഡിസോർഡറാണ്. അതായത് ശരിക്കും നമ്മൾ കാഴ്ചയുള്ളവരുടെ ലോകത്ത് ഒരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ആ ആളെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് ഇങ്ങനെ സംഭവിക്കണം എന്നൊരു നിർബന്ധമില്ല. അതിന് എക്സാമ്പിളാണ് ഇപ്പം നെടുമുടി വേണു ക്ലാസ് എടുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ കുട്ടികൾ പലരും ഇരിക്കുന്നത് പല സൈഡിലോട്ട് തിരിഞ്ഞിട്ടാണ്. അവരുടെ ബോഡി പല സൈഡിലോട്ടാണെങ്കിലും ചെവി അപ്പോഴും നെടുമുടി വേണുവിനെ കാതോർത്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇത് ഒരു സ്ഥലത്തായിരുന്നു വന്നെങ്കിൽ അതൊരു അബദ്ധമാണെന്നോ യാദൃശ്ചികതയാണെന്നോ ഒക്കെ പറയാൻ പറ്റും. പക്ഷെ സിനിമയിൽ പലയിടത്തും അത് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് കേൾക്കുന്ന എല്ലായിടത്തും ഇതേ സംഭവം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ബ്രില്യൻസ് ആണെന്നും ഇൻ്റർനാഷണലായി ചെയ്തതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയൊക്കെ ബ്രില്യൻസുകളുടെ ഇടയിലും ഒരു ചെറിയ അബദ്ധം സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നാം. എന്താണെന്നല്ലേ, സിനിമയിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങൾ. കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് നഗ്നത മറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും? ശരിക്കും സിനിമയിൽ അഭിനയിക്കുമ്പോൾ കഥാപാത്രങ്ങളെ വസ്ത്രമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ പരിമിതിയെ മറികടക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരിക്കും നമുക്ക് ആദ്യം തോന്നാം. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നുണ്ട്. പണ്ട് എന്തെങ്കിലും ഒരിക്കൽ ഇവിടെയും കാഴ്ചയുള്ള മുഖങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇത്ര സുന്ദരമായൊരു ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാകുമായിരുന്നില്ല. നീ ഉടുത്ത ഈ വസ്ത്രവും ശിരസിലണിയുന്ന തലപ്പാവുമൊക്കെ ഒരു കാലത്ത് കാഴ്ച ഉണ്ടായിരുന്ന ഏതോ പൂർവികർ മെനഞ്ഞെടുത്തതാണ്.
ഇനി ഈ ബ്രില്യൻസുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഗുരു എന്ന ഈ സിനിമ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. കൂടാതെ ഞാനീ പറഞ്ഞതിനപ്പുറം പല ബ്രില്യൻസുകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും കഴിയും. അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് സിനിമ സംസാരിക്കാം.